അങ്ങനെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോയിൽ കാണാണ്ട് പോയ വ്യക്തിയാണ് ഈ കടന്നു വരുന്നത്. ഇതാണ് വേട്ടുവിൻ്റെ എളിമ. അത് എവിടെയും മെയിനാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി വേട്ടുവിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നത്. വേട്ടുവിൻ്റെ ഷോപ്പിലെത്തുമ്പോൾ വേട്ടു കാര്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എടാ നിനക്കിതൊക്കെ അറിയാമോ എന്ന് ചോദിച്ചാൽ അവൻ പറയും ഇതൊക്കെ സിമ്പിൾ. ഞാൻ പറഞ്ഞിടാ ആരാൻ്റെ ഫോണാണ്, പിന്നെ നീ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, നീ കണ്ടോ വേട്ടു എന്ന് പറഞ്ഞത് അവൻ ഓണാക്കി കാണിച്ചു. ചെക്കൻ്റെ കഴിവേ, പിള്ളേരൊക്കെ വളർന്നത് അപ്പോഴാണ് മനസ്സിലായേ. അങ്ങനെ അവിടെ ഇരുന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞു ഒരു ഫോണിൻ്റെ ഗ്ലാസ്സൊക്കെ ഒട്ടിച്ചു. അതിനുശേഷം ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. കാരണം വിശന്ന് അങ്ങനെ സൈഡായിട്ടോ. ഇവനെ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം വെയിറ്റ് ചെയ്തത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എവിടെയോ പോകാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്നാൽ തൗഫീക്ക് പോയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ആൾ. എന്നാൽ പിന്നെ അണ്ടർഗ്രൗണ്ടിൽ പോയാലോ. അണ്ടർഗ്രൗണ്ടിൽ പോയപ്പോൾ ഉണ്ട് ആരുമില്ല, സ്വസ്ഥം സമാധാനം. അപ്പം ഉണ്ട് ഒരാൾ ടിഷ്യൂ എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ടിഷ്യൂയും കൊണ്ടുവന്നു. എളിമ വേട്ടു അവൻ്റെ ചിരി കണ്ടില്ലേ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. എല്ലാവരെയും പോലെ തന്നെ മെനു എന്തൊക്കെയുണ്ടെന്ന് അന്വേഷിച്ചു. ലാസ്റ്റ് ബിരിയാണി ഓർഡർ ചെയ്തു. അതാണ് നമ്മളെ മെയിൻ പരിപാടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി യാത്ര പറയാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇനി എപ്പോൾ കാണും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നമ്മൾ പോവുകയാണ്. ഒരാൾ സീറ്റ് പിടിക്കാൻ ഓടിപ്പോയിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനില്ല. ഇങ്ങനെ സീറ്റ് പിടിക്കാൻ പറ്റുമെന്ന് ഇവളെന്നെ തെളിയിച്ച് കാണിച്ചു. അങ്ങനെ സൈഡ് സീറ്റ് കിട്ടിയതിൻ്റെ സന്തോഷം ഈ മുഖത്ത് കാണാനുണ്ട്. ഇതാണ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ടാറ്റ ബൈ ബൈ പറഞ്ഞു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.